കിരീടം സിനിമയിലെ പാലം തേടിയുള്ളൊരു യാത്രയിലാണ് പുഞ്ചക്കിരി ഷാപ്പിനെ കുറിച്ച് അറിയുന്നത്. പുഞ്ചക്കിരി ഷാപ്പിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഇങ്ങനെയാണ്. മൺപാതയാണ്, അത്യാവശ്യം ഗട്ടറൊക്കെ ഉണ്ട്. ഒരു നല്ല ഒരു ഇത് തോട് പോലെയാണ്. ഇതിൻ്റെ ഒരു ക്രോസിൽ വരുന്ന പാലത്തിലിരുന്നാണ് നമ്മുടെ സേതുമാധവൻ സങ്കടപ്പെട്ട് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന പാട്ട് പാടിയത്. വർഷം 29 കഴിഞ്ഞു. 29 വർഷമായെന്ന് തോന്നുന്നു ആ സിനിമ ഇറങ്ങിയിട്ട്, അല്ലേ? സേതുമാധവനെ നമുക്ക് ഒരു കാലഘട്ടത്തിൽ മറക്കാൻ പറ്റില്ല. ഞാൻ ആ സിനിമ തിരുവനന്തപുരത്തു നിന്നാണ് കണ്ടത്. അതിൻ്റെ റിലീസ് ദിവസം തന്നെയാണ് ആ സിനിമ കണ്ടത്. ശ്രീകുമാർ തിയേറ്ററിൽ വെച്ചാണ് ആ സിനിമ കണ്ടിറങ്ങിയത്. പക്ഷേ അന്നൊന്നും അറിയില്ലായിരുന്നു ഇത് വെള്ളായണി പരിസരത്താണ് ഇത് ചിത്രീകരിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് വെള്ളായണിയിൽ കായലിനോട് ചേർന്ന് പുഞ്ചക്കരി ആ പാടശേഖരം, ആ പാടശേഖരത്തിൻ്റെ ഇത് കണ്ട ഒരു മനോഹാരിതയിലൊരു ഷാപ്പ്. ഇത് വളരെ പ്രശസ്തമാണ്, പുഞ്ചക്കരി ഷാപ്പ് എന്ന നിലയിൽ. ഗൂഗിളിലൊക്കെ നമ്മൾ പുഞ്ചക്കരി ഷാപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സന്തോഷത്തോടു കൂടി കാണിക്കും. എന്ത് മനോഹരമായ ഒരു ഇടമായിട്ടാണ് ഇത് ചിത്രീകരിച്ചത്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും, കുട്ടികളും ഒക്കെ ആയിട്ട്. ഇതിനൊന്നും നമ്മൾ ഈ എക്സൈസ് കണ്ണിൽ കൂടി, അവരുടെ നിയമ കണ്ണിൽ കൂടി ഒന്നും നോക്കി കാണരുത്. കാരണം ഇത് പ്രകൃതിയിലെ ഒരു വിഭവമാണ് നമ്മുടെ തെങ്ങ്. അതിൽ നിന്ന് വരുന്ന ഒരു പ്രകൃതിദത്തമായൊരു പാനീയമാണ്. അതിൻ്റെ നീരാന്നാണ് ഇപ്പോൾ അതിന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് കള്ളൊന്നും പറയാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. അത് ഇന്ന് എന്താ പറയുക, നമുക്ക് ചെറിയ ഒരു ഇത് തരുന്നതായിട്ടുള്ള എല്ലാ ഇതിൻ്റെ അകത്തും ചെറിയ ഒരു എക്സോട്ടിക്കായിട്ടുള്ളൊരു കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും മദ്യത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്നൊരു സംഭവമൊന്നും അല്ല ഈ നീര. അപ്പോൾ ഇത് കുടുംബസമേതം ആസ്വദിക്കാൻ പറ്റിയൊരു ഇടമാണ് ഈ പുഞ്ചക്കരി ഷാപ്പ് എന്ന് പറയുന്നത്. നോക്കൂ, അതിൻ്റെ അടുക്കളയാണ്. അവിടെ നിന്ന് നല്ല ഒന്നാന്തര ലക്ഷണത്തെ കറികൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന രംഗമാണ്. 2 അടുക്കളയുണ്ട് ഇവിടെ. ഇത് അപ്പം, പൊറോട്ട ഇവയൊക്കെ നന്നാക്കുന്നതാണിത്. മറിച്ച് മറ്റൊരു സൈഡുണ്ട്, അതാണ് അതിൻ്റെ ശരിയായ അടുക്കള, കിച്ചൺ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയാണ് ഷാപ്പിലെ. ഇത് അഭിജിത്ത്, ആലപ്പുഴക്കാരനാണ്, പുള്ളിയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഐറ്റംസ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു തലക്കറി പറഞ്ഞു, കപ്പ പറഞ്ഞു, ഞണ്ട് പറഞ്ഞു, ഞണ്ട് വന്നിട്ടില്ല, ഒരു പിടി ചോറ് പറഞ്ഞു. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതാണ് അവിടുത്തെ വിശാലമായ അടുക്കള. കണ്ടോ, എല്ലാം ഓപ്പണാണ്, നമുക്കെല്ലാവർക്കും അത് കയറി കാണാവുന്ന രൂപത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വിഭവത്തിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ പോകാമെന്ന് ഞാൻ വെച്ചു. ഇത് നല്ല ഒരു പയ്യനായിരുന്നു. അവൻ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നത്. നല്ല ഏരിയയാണ്, പാർക്കിങ്ങിനൊക്കെ പറ്റിയ നല്ല വിശാലമായ ഒരു ഏരിയയാണ് പുഞ്ചക്കരി ഷാപ്പിൻ്റെ. ഫാമിലി ഒള്ളി എന്നാണ് എഴുതിയത്. കണ്ട, ആ ഭാഗത്തേക്ക് കുടുംബസമേതം മാത്രമാണ് അതിന് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. ഇത് ഒരു പാടശേഖരമായതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അവിടെ ഈ തെങ്ങിൻ്റെ തടികൾ കുത്തി നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ തട്ടടിച്ച് അതുമേൽ കയറും മുളയും ഓലയും മാത്രം ചേർത്തിട്ടാണ് അവർ ഈ ഒരു റെസ്റ്റോറൻ്റ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇത് കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഇത് തിലകൻ റോഡെന്നും പറഞ്ഞുകൊണ്ട് പുനർനാമകരണം ചെയ്തതാണ്. ഇത് സംസ്ഥാനത്തെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതിയാണ്. അത് നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് നിയാസ് അദ്ദേഹം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ റോഡിൻ്റെ ഇരുപുറം ഇത് കണ്ടോ, വെന്തിച്ചെടി. നമ്മൾ നോക്കിയാൽ നല്ല മഞ്ഞയും ചുവപ്പും ഒക്കെ കലർന്ന നല്ല നിറയുള്ള ചെടികൾ വെച്ചിരിക്കുകയാണ്. ഈ ചെടികൾക്ക് വെന്തിച്ചെടി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. വേറെ ചിലർക്കൊക്കെ വേറെ വല്ല പേരുകളുണ്ടോ അത് എനിക്കറിയില്ല, കാണുമായിരിക്കും. ഞങ്ങളിത് ഞങ്ങളുടെ ഹൈ റേഞ്ചിൽ ചെയ്തത് വെന്തിച്ചെടി എന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ചിലർക്ക് ഇത് ചെണ്ടുമല്ലി ചെടി എന്നും പറയാറുണ്ട്, അല്ലേ? അവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ ഇതാണ് സിനി ടൂറിസം പദ്ധതിയിലേക്ക് മുഹമ്മദ് റിയാസ്, ഞാൻ നേരത്തെ പറഞ്ഞ നിയാസല്ല കേട്ടോ, സോറി, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകും. മുഹമ്മദ് റിയാസ് നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയാണ് ഇത് പ്രഖ്യാപിച്ചത്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നമ്മൾ ഈ പുഞ്ചക്കരി ഷാപ്പിൽ നിന്ന് അതിൻ്റെ വലതുവശം ചേർന്ന് നടന്നു പോകണം. അവിടെ നിൽക്കരുത്, കുറച്ചും കൂടി ഇങ്ങോട്ടൊരു, പിന്നെ അവിടെ വെള്ളക്കെട്ടുണ്ട്. നമുക്ക് പ്രേമിക്കുന്നവർക്കൊക്കെ പറ്റിയ ഇടമാണ് കേട്ടോ. ശരിക്കും ഇവിടെ വരേണ്ടതെന്ന് പറഞ്ഞാൽ കാർന്നോന്മാരൊന്നുമല്ല, ഇച്ചിരി പ്രണയമുള്ളവരൊക്കെ വരണം. ഇതാണ്. അത് കഴിഞ്ഞിട്ട് കിരീട സിനിമയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ്
അത് വളരെ പെട്ടെന്ന് അദ്ദേഹം ഒരാൾ വന്നിട്ട് അവിടുത്തെ വഴികൾ പിന്നെ ചെളിയൊക്കെ കെട്ടിക്കിടക്കുകയാണ്. അതൊക്കെ ടൂറിസത്തിൻ്റെ പദ്ധതിയിൽ അതൊക്കെ നന്നാക്കട്ടെ. ഇതാ കണ്ടോ, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു. ഇതാണ് കിരീടം പാലം. ഈ പാലത്തിലിരുന്നാണ് കണ്ണീർപ്പൂവിൻ്റെ ആ പാട്ട് പാടി മോഹൻലാൽ തകർത്ത് അഭിനയിച്ചത്. വരാനത്തിൽ